Hi everybody, this is Shweta. My name is Inder and welcome to our Channel. It's time for next scene from movie Drishyam 3. Climax part. Let's watch it. Just focus and think. നിങ്ങളുടെ ഭാര്യറാണി മക്കളുടെ 5 വരും ഇപ്പൊ ഞങ്ങളോടൊപ്പം വരണം. എന്തിന്? വരുൺ കേസുമായി ബന്ധപ്പെട്ട് അത് ഹൈക്കോടതി റദ്ദാക്കിയതല്ലേ? ചില പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ കേസ് റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്റെ ഭാര്യയും കുട്ടികളും ഇവിടെ ഇല്ല. അവരോട് പോയി ജോർജ് കുട്ടി നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കുന്നതാണ് നല്ലത്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഹലോ സാർ, ഒരു പ്രശ്നമുണ്ട്. 41A നോട്ടീസ് സെർവ് ചെയ്യാതെ അവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു കോർണറുണ്ട്. അങ്ങനെ ഒരു ഓർഡർ അവനെ കിട്ടി. ആന്റിസിപ്പേറ്ററി ബെയിൽ ഡിസ്പോസ് ചെയ്തപ്പോ കോടതിയോട് റിക്വസ്റ്റ് ചെയ്ത് മേടിച്ചായിരിക്കാനാണ് വഴി. അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു കോപ്പി പോലീസ് സ്റ്റേഷൻ കിട്ടണ്ടേ? പോലീസിന് കിട്ടിയിട്ടില്ല. എന്നാൽ കോടതിയിലെ ലിയസൺ ഓഫീസർ അറിയിക്കണം. അതിനൊക്കെ കുറച്ച് സമയമെടുക്കും. എന്നാ പിന്നെ നോട്ടീസ് കൊടുത്തിട്ടങ്ങ് പോകാം സാറേ. Smart. അത് ശരിയാക്ഷ നീങ്ങില്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് നാറും. എനിക്ക് മുകളിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാവും. കോർട്ട് ഓർഡർ ഇല്ലാതെ എനിക്ക് എന്റെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല. മനസ്സിലായോ? चलो एक को तो हटा दिया इसने. Unfortunately, there are more loopholes than solutions in our legal system, Mr. Prabhakar. That's true. Let me think. अब क्या शादी तो होके रहेगी, कुछ भी कर लो. ഒരു കാര്യം ചെയ്യാം. Okay. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാവണമെന്ന് പറഞ്ഞ് നാളെ തന്നെ ഒരു നോട്ടീസ് കൊടുക്കാം. Of course, അവർ കോടതിയിൽ പോകും. അവിടെ we have to pay a really solid game. ഇഷ്ടപ്പെട്ട നിങ്ങളോട് സംസാരിച്ചിരിക്കണം. ടൈമായി, വേഗം ഇറങ്ങ്. പുതിയോടത്ത് ഇറങ്ങാൻ സമയമായി. ഞാൻ പറഞ്ഞതല്ലേ ജുബൈഡായിരുന്നു. ഏയ്, എന്തുപറ്റി ജോർജോട്ടി? ഒരു സന്തോഷമില്ലാത്ത പോലെ. ഒന്നുമില്ല. അഞ്ചുമോള് പോകുന്നത് കൊണ്ടാണോ? They don't know anything about notice. Actually, സർ, ഞാനൊരു ആന്റിസിപ്പേറ്ററി ഫയൽ ചെയ്തിരുന്നു. അതിൽ 35 നോട്ടീസ് ഓർഡറായി. ഞാൻ പുതിയ ബെയിൽ ആപ്ലിക്കേഷൻ ഫയലാക്കി നമ്പർ വിട്ടു. സാർ അത് ആദ്യം തന്നെ ഒന്ന് കേൾക്കണം. ബെഞ്ച് കയറുമ്പോ മെൻഷൻ ചെയ്തോളൂ. യെസ് സർ. പക്ഷെ പിപിക്ക് ഇൻസ്ട്രക്ഷൻ ഇല്ലെങ്കിൽ കേൾക്കില്ലല്ലോ. പോലീസ് ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ എങ്ങനെയാണ് രേണുക? എല്ലാ കേസിലും അങ്ങനെയല്ലേ പറ്റൂ? യെസ് സർ. സാറിന് അറിയുന്ന കേസാ, വരുൺ പ്രഭാകർ മർഡർ കേസിലെ ജോർജ് കുട്ടിയെ പെറ്റീഷന്. അത് റീഓപ്പൺ ചെയ്യാണോ? അതെ സർ. വീണ്ടും പോലീസ് ആ പാവത്തിന്റെ കുടുംബത്തിന് ഉപദ്രവിക്കാനുള്ള ശ്രമം. സർ, ഇന്ന് അയാളുടെ മകളുടെ വിവാഹമാണ്. അത് മുടക്കാനുള്ള ശ്രമമാണ്. അല്ലെങ്കിൽ പിന്നെ ഇന്ന് തന്നെ സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിട്ട് നോട്ടീസ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. she's looking so pretty. സർ, ഇന്ന് രേണുകയുടെ ഒരു ആന്റിസിപ്പേറ്റർ വരണ്ടേ? ഒരാഴ്ച ക്വസ്റ്റ്യാണ് ഞാൻ പറഞ്ഞു. ഇന്ന് അയാളുടെ മകളുടെ കല്യാണമാണ്. ഇന്ന് തന്നെ ഹാജരാക്കണമെന്ന് എന്താ ഇത്ര വാശി? വാശിയൊന്നുമില്ല സർ. പോലീസിന്റെ ഭാഗത്ത് ഇൻസ്ട്രക്ഷൻ ഒന്നും ഇല്ലാതെ എനിക്ക് നിയമിച്ചു സർ. ഫോണിലൂടെ എന്നെ ഇൻസ്ട്രക്ഷൻ എടുക്കാമല്ലോ. അതെ, ഞാൻ ഏതായാലും ആദ്യത്തെ കേസായിട്ട് വിളിക്കാം. അപ്പോഴേക്കും ഇൻസ്ട്രക്ഷൻ എടുത്തോ സർ. പിന്നെ കേസ് വിളിക്കുന്നത് വരെ ഫോഴ്സ്ഫുൾ മെഷേഴ്സ് ഒന്നും പാടില്ല എന്ന് പറഞ്ഞേക്കണം. യുടെ അഭാവത്തിലും പിന്നെ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ജോർജ് കുട്ടി കഴിഞ്ഞ 2 തവണ നിയമത്തിന് മുമ്പിൽ രക്ഷപ്പെട്ടത്. പക്ഷേ ഇപ്രാവശ്യം കൃത്യമായ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ കേസ് റീഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി മുൻകാല സാഹചര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ജോർജ് കുട്ടിക്ക് മുൻകൂർ ജാമ്യം കൊടുത്താൽ he will definitely tamper the evidence and influence of witnesses. My lord, ഒരു കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ഉണ്ടെങ്കിലേ പോലീസിന് ഫർദർ പ്രൊസീഡ് ചെയ്യാൻ പറ്റൂ. Hence, I vehemently oppose this bail application. Your Lordship,
മുൻകാല സാഹചര്യങ്ങൾ അതിവിടെ എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 2 തവണ പോലീസിന് സംഭവിച്ച നാണക്കേടിന്റെയും പരാജയത്തിന്റെയും പ്രതികാരമാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ പുതിയ റിപ്പോർട്ട്. ഏതൊരുവിധ അന്വേഷണവുമായി നാളെ ഇതുവരെ അറസ്റ്റ് ചെയ്തേ തീരുള്ളൂ എന്ന പോലീസിന്റെ പിടിവാശി ബഹുമാനപ്പെട്ട കോടതി കാണാതെ പോകരുത്. ഒരു പെൺകുട്ടിയുടെ വിവാഹം മുടക്കാനുള്ള ഓർഡറാണ് പോലീസ് കാത്തിരിക്കുന്നത്. I am scared now. It's a lot of stress, yaar. ഈ വിവാഹം തന്നെ ജോർജ് കുട്ടിയുടെ മറ്റൊരു തട്ടിപ്പാണെങ്കിലോ? പോലീസിന് പുതിയ തെളിവുകൾ കിട്ടിയെന്ന് തിരിച്ചറിഞ്ഞ ജോർജ് കുട്ടി തിടുക്കപ്പെട്ട് മകൾക്ക് വിദേശത്തെ ജോലിയുള്ള ഒരാളുമായിട്ട് വിവാഹം നിശ്ചയിക്കുന്നു. മകളെ രാജ്യം തന്നെ കടത്തുവാനുള്ള ജോർജ് കുട്ടിയുടെ ഒരു പദ്ധതിയായിട്ട് ഇതിനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന് പാസ്പോർട്ട് സറണ്ടർ ചെയ്യാനായിട്ട് കണ്ടീഷൻ ഇമ്പോസ് ചെയ്താൽ പോരെ? വിവാഹം നടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ലോർഡ്ഷിപ്പ്, there is another serious issue. ഈ വിവാഹം നടന്നാൽ മറ്റൊരു വലിയ അപകടമുണ്ട്. അഞ്ജു എന്ന പെൺകുട്ടിയുടെ സൈക്കോളജിസ്റ്റ് ഇഷ്യൂ ചെയ്ത മെഡിക്കൽ റിപ്പോർട്ടാണത്. അത് വായിച്ചാൽ കോടതിക്ക് അനുഭവിക്കാവും. As per the report, she is having sexual aversion. സെക്ഷുവൽ ഡിസൈനോടുകൂടി ആരെങ്കിലും ആ കുട്ടി അപ്രോച്ച് ചെയ്താൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വയലന്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഒരുപക്ഷെ ഇത് തന്നെയാവാം വരും പ്രഭാകരന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. Shit. I'm worried now. I'm actually worried. But I trust George Kutti. He will figure something out. No way. പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞ് ഭാര്യയായും അമ്മയായും ജീവിക്കാനുള്ള അവളുടെ അവകാശത്തെ ഹനിക്കാനായി ഒരു ആധാരമില്ലാത്ത ഈ ഒരു കടലാസ് കോടതി മുമ്പായി ഹാജരാക്കിയിരിക്കുന്നു. അതും അവളുടെ വിവാഹ ദിവസം തന്നെ. I strongly doubt the veracity of the so-called medical report. Lordship, ഇനി വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച അവർക്ക് കൊടുക്കണം. അത് കഴിഞ്ഞ് ചോദ്യം ചെയ്യാം. പോലീസ് പറയുന്നത് ഹാജരാകും. അന്വേഷണമായി പൂർണ്ണമായി സഹകരിക്കും. ഒരാഴ്ച പോയിട്ട് ഒരു ദിവസം പോലും കൊടുക്കാൻ പാടില്ല. ലോർഡ്ഷിപ്പ്, ഈ വിവാഹം തന്നെ നടക്കാൻ പാടില്ല. ഒരാളുടെ ജീവനാണോ ഒരാളുടെ ഇമോഷനാണോ വരുന്നത് ബഹുമാനപ്പെട്ട കോടതി തന്നെ തീരുമാനിക്കണം. Interim bail granted until next hearing. അടുത്ത ഹിയറിംഗ് വരെ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. വിവാഹം നടക്കട്ടെ. बच गए. Got scared, yaar. That was such a relief. हाँ, but still. शादी तो हो गया ना. Next year है ना, लेकिन जाने नहीं देंगे उसको. നിങ്ങളിങ്ങനെ അപ്സെറ്റ് ആവണ്ട. കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. ആ കുട്ടി രാജ്യമൊന്നും വിട്ട് പോയിട്ടില്ല. हाँ, तू भी सही बोला. സാറേ, അപ്പൊ ഞാൻ എന്ത് വലിയ കാര്യമൊന്നുമില്ലല്ലോ. എന്നിട്ട് ഞാനും പോകും സാറേ. Who is he? जिसने शादी करवाई. അവരോട് ഉറപ്പിട്ടില്ല. Oh! अरे ये भी मिला हुआ है. ये क्या सीन है? Mr. Prabhakar, what is going on? He's playing big game. സാർ ഇതുവരെ കണ്ടത് വെറും ഡൈവേർഷൻസ്. Diversion. നമുക്ക് കിട്ടിയ തെളിവുകൾ കൊണ്ട് മാത്രം അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ കൂടുതൽ തെളിവുകൾക്ക് വേണ്ടി കത്തരുന്നത് പോലെ ഈ ജോർജ് കുട്ടി അങ്ങനെ അതിബുദ്ധിമാനായ ഒരു ക്ലാസിക് ക്രിമിനൽ ഒന്നും അല്ല സാർ. കുറച്ച് ഭാഗ്യവും പിന്നെ ആവശ്യത്തിന് സമയവും കിട്ടിയാൽ കോമൺ സെൻസ് ഉള്ള ഏതൊരാളും ചെയ്യുന്നവരെ അയാളും ചെയ്തിട്ടുള്ളൂ. 2 വർഷത്തെ പരിശ്രമത്തിലൂടെ ഞാനിപ്പോ ചെയ്തത് അത് തന്നെ. നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്നും അവരുടെ ശ്രദ്ധ തിരിച്ചിടാനുള്ള ഒരു പുതുമയായിരുന്നു സാർ ഇതുവരെ കണ്ടത്.
നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞാൽ മതിയാവും. Of course, I will tell you my plan, which is already in motion. Avira, he's my trump card. वो लड़का ये मिला हुआ है. ചില സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തി हाँ ജയിലിൽ പോകുമെന്ന അവസ്ഥയിൽ वो तो ആ जेल. കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് രക്ഷിച്ചെടുത്തതാണ് ഞാൻ. ओ तेरी വേണ്ടി 3-4 കല്യാണ ബ്രോക്കർമാരെ കയ്യിലെടുത്ത് കാര്യങ്ങൾ നീക്കി. മകളെ വിദേശത്തേക്ക് കെട്ടിച്ചയക്കില്ല എന്ന ജോർജ് കുട്ടിയുടെ തീരുമാനമായിരുന്നു ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചാലഞ്ച്. പക്ഷേ ആ തീരുമാനം മാറ്റാനുള്ള സാഹചര്യം जानबूझ के कराया. ജോർജ് കുട്ടിയെ അതിരായിലേക്ക് എത്തിച്ചു. എന്റെ പദ്ധതി നടപ്പിലാക്കാൻ പറ്റിയ ഒരു റിസോർട്ട് ജോർജ് കുട്ടിയുടെ വീടിനടുത്ത് ഞാൻ കണ്ടെത്തി. അവരായുടെ സഹായത്തോടെ കല്യാണ ദിവസം തന്നെ ഹണിമൂണിൽ പോകുന്ന ഐഡിയ ജോർജ് കുട്ടിയുടെ മക്കളെ കൊണ്ട് സാധിച്ചെടുത്തു. സർ താങ്ക് യു സർ. എനിക്ക് ആവശ്യമെങ്കിൽ 9 വിളിച്ചാൽ മതി. ഓക്കെ. ഗസ്റ്റിന്റെ പ്രൈവസി വാങ്ങിച്ച് ആസ് പെർ റിക്വസ്റ്റ് മാത്രമേ ഞങ്ങൾക്ക് കൊണ്ടുവരേണ്ട പെർമിഷൻ ഉള്ളൂ. ഓക്കെ. Oh no 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 no. അവര് ആ പെൺകുട്ടിയെ ഡ്രഗ് ചെയ്ത് ഉറക്കി കിടന്നു. വരുത്തി തീർക്കാൻ ആവശ്യമായ തെളിവുകൾ ആ മുറിയിൽ സൃഷ്ടിക്കും. അടുത്തത് ജോർജ് കുട്ടിയെ അവിടെ എത്തിക്കുക എന്ന കടമയാണ്. നിനക്ക് നിന്റെ മാളെ രക്ഷിക്കാൻ പറ്റില്ല. Oh shit. ജോർജ് ഈ സമയത്ത് എങ്ങോട്ടാ പോകുന്നത്? ഞാൻ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വിളിക്കാം. കൂടുതലൊന്നും ചോദിക്കരുത്. അല്ല ജോർജ് ഞാൻ പോയിന്റ് അനുസരിക്കണം. क्या बंदा है यार. ആ പെൺകുട്ടിയുടെ ബോധം തിരിച്ചു കൊണ്ടുവരാനുള്ള മറുമരുന്ന് നൽകി അവരായും സഹദേവനും ഓട്ടേജൻ പുറത്തേക്ക് വരും. പോലീസ് സ്റ്റേഷനല്ലേ? Oh no. पुलिस आ गया. फंस गए अभी. ചരിത്രം ആവർത്തിക്കുന്നു. മകൾ കൊല്ലുന്നു. ജോർജ് കുട്ടിയ ബോഡി എവിടെയോ മറവ് ചെയ്യുന്നു. പക്ഷേ ഒരു വ്യത്യാസം മാത്രം. ഇത്തവണ മകൾക്കെതിരെ ശക്തമായ സാഹചര്യ തെളിവുകൾ ഉണ്ടായിരിക്കും. ഇനി ആ പെൺകുട്ടിയുടെ സൈക്കോളജിസ്റ്റ് റിപ്പോർട്ട്. ഈ അപകട സാധ്യതയെ കുറിച്ച് നമ്മൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷെ കോടതി അത് ചെവിക്കൊണ്ടില്ല. അപ്പൊ ആ പയ്യൻ വന്നതുപോലെ തന്നെ തിരിച്ചു പോകും. നാളെ ഇവിടെ നിന്നും രാമേശ്വരത്തേക്ക്, അടുത്ത ദിവസം ഒരു ഫിഷിംഗ് ബോട്ടിൽ ശ്രീലങ്ക, അവിടെ നിന്നും തന്റെ പുതിയ ഐഡന്റിറ്റിയിൽ 250 ഇന്ത്യക്കാർ മാത്രമുള്ള ടുണീഷ്യ എന്ന കുട്ടിയുടെ കുടുംബത്തിന്റെയും ഉറക്കമില്ലാത്ത രാത്രികളാണ്. अरे यार This is wrong, but जानबूझ के कर रहे हैं ना इन लोग, फंसा ही रहे उन लोगों को. നമുക്ക് ആ വഴിയല്ലേ പോണ്ടേ? ഈ ഷോർട്ട് കട്ടാ.
നിങ്ങൾ എന്നെ ചതിക്കായിരുന്നല്ലേ? നിങ്ങൾ എന്തായി പറയുന്നത്? എന്ത് പറ്റി? കാര്യം സഹദേവനോട് അവൻ ഇവിടെയല്ല, ഇവിടെ അടുത്ത് വേറൊരു വീട്ടിൽ വിളിച്ചായിരുന്നു അവൻ. അവനോട് ഫോണിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. നല്ല കാര്യങ്ങളാണ്. ओ, उसने कुछ तो किया है। ऐसे तो एक्सप्लेन करा था, ये हुआ नहीं भाई साहब तक। Oh shit! उसको तो नहीं मार दिया गलती से? मार दिया। ഭർത്താവിന്റെ റൂമാണ് സാർ. കുറച്ചു മുമ്പ് എന്റെ മകളുടെ ഫോണിൽ നിന്ന് സഹദേവൻ എന്ന ആൾ വിളിച്ചിട്ട് പറഞ്ഞു സാർ. ഞാൻ വിളിച്ചിട്ട് തുറക്കുന്നില്ല സാർ. എന്റെ മോൾ അവിടെ കിടപ്പുണ്ട് സാർ. സാർ അതിനുള്ള സമയമല്ല സാർ. ഞാൻ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞതല്ലേ സഹദേവൻ വിൽപ്പന പാടില്ല. അവനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കേസിന് ബലം കൊണ്ട് അവൻ ആ പയ്യനെ കൊല്ലാൻ വരെ വിളിക്കില്ല. ओ മരിക്കാത്തവൻ മരിച്ചു എന്ന് വരുത്തി തീർക്കാൻ ഒരിത്തിരി പാടാണ്. അതുകൊണ്ട് അവൻ ശരിക്കും മരിക്കണം. ആദ്യ രാത്രി അവൻ ഗോളി ജോലിക്കാണ് പറമ്പിൽ കുഴിച്ചിട്ടു. അതാണ് അതിന്റെ ശരി. വേണ്ട, ആരുടെ ജീവനെടുത്തിട്ടുള്ള കളിയൊന്നും നമുക്ക് വേണ്ട. അവന്റെ മകള് ജയിലിൽ പോകണം. അതിന്റെ വേദന ജോർജ് കുട്ടിയും കുടുംബവും അനുഭവിക്കണം. അതെന്റെ ഭാര്യയ്ക്ക് കാണണം. അത് മതി. സാറിന്റെ ഇഷ്ടം. There is no such thing as a perfect murder. ആ കഴുകാനുള്ള പോലെ ആ പയ്യനെ കൊല്ലാൻ കാര്യങ്ങൾ വേണ്ടിട്ട് പോകും. അതിന് ഒരാളെ കൊന്നിട്ട് ആ ബോഡി മറവ് ചെയ്ത് പിന്നീട് അത് കണ്ടെത്തുമ്പോഴുണ്ടാകുന്ന ഓർഗാനിക് ആയിട്ടുള്ള അത് ആരുടെയും കൺട്രോളല്ല. അത് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വരാം. And that will goes to you only. ആ That പയ്യനെ part over. നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക്. അവനോട് ഞാൻ സരവാ സാർ സാറേ Oh! वो आंखें देखो, आंखें। അല്ല സാറേ, തെളിവൊന്നുമില്ലാതെ നമ്മളെങ്ങനെ പ്രതിയാക്കുന്നത്? पिक्चर 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 होगा सब। अच्छा ये समझ गया, इसका कोई क्यों खोद के लग रहा था। ये समझ गया, प्लान समझ गया ये। എന്താ ജോർജ് ചേട്ടാ? നീ എത്രയും പെട്ടെന്ന് എന്റെ വീടിനടുത്ത് ചെല്ലണം. സഹദേവൻ അവിടെ എത്തിയാലേ നീ അവന്റെ പുറകിലുണ്ടാകും. ओ, इसके लिए वो था। ജോർജ് ചേട്ടാ, Okay. എവിടെയാ അവരാ? നീ അവരെ കൊന്നോ? അവനെ കൊന്ന എന്റെ പറമ്പിൽ താത്താനായിരുന്നു നിന്റെ പ്ലാൻ. यार നീ തീർന്നാണ് ജോർജ് കുട്ടി. നീ തീർന്ന്. നീ നിന്റെ മോളും അരിയെണ്ണാൻ പോവാണ്. അവരെവിടെടാ? എവിടെടാ
നീ അവരെ കൊന്ന് തോർത്തിയത്? എന്നെ കൊന്നാലും നിനക്കൊന്നും കിട്ടില്ല. എന്നെ കൊന്നേ ജോർജ്. ഞാൻ എല്ലാം പറയാം. ജോസേ, ഇതിലെല്ലാം പറയും സംഭവിച്ച. പക്ഷെ സഹദേവന്റെ പ്ലാനുകൾ വേറെയായിരുന്നു. ആ പയ്യനെ കൊന്നിട്ട് എന്റെ പറമ്പിൽ കുഴിച്ചിടുക. എന്തിനായിരുന്നു എന്റെ പറമ്പില് നേരത്തെ തന്നെ നീ കുഴിയെടുത്തത്? പിന്നെ കുഴിയെടുക്കാതെ പോണല്ലോ. പിന്നെ നിന്റെ ശ്രദ്ധ അവിടേക്ക് കൊണ്ടുവരാൻ പറ്റാൻ നീ അവിടെ കുഴിച്ചു നോക്കുന്ന എനിക്ക് ഉറപ്പായി. ആ പയ്യൻ പറഞ്ഞു, രാജേഷ്, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കേ. वो मार गया क्या उसको? मर गया नहीं, तो उसको मारना चाहते बस लोग भेज दिए उधर कुछ तो जुगाड़ करके मार नहीं पाया उसको. നിങ്ങളുടെ കുടുംബത്തോട് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു എനിക്ക്. സഹദേവനും അവന്റെ കുമ്പസാരവും എന്റെ കയ്യിലുണ്ട്. ഇനിയെല്ലാം കോടതി കാണാം. സഹദേവന്റെ കുമ്പസാരം കൊണ്ടൊന്നും ഒരു കോടതിയിൽ അങ്ങനെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല. എനിക്ക് നഷ്ടപ്പെടാനുള്ളതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നീയും കുടുംബവും ചേർന്ന് നഷ്ടപ്പെടുത്തി. ഇനി അങ്ങോട്ട് നിങ്ങളുടെ പിന്നാലെ പല രൂപത്തിലും ഭാവത്തിലും ഇന്നും ഞാനുണ്ടാവും. बाबा रे बाबा. എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവില്ല ജോർജ് കുട്ടി. ओहो അഞ്ജു ബോധം തെളിഞ്ഞു. ഇനിയിപ്പോ പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞു. ജോർജ് കുട്ടി ഇത് വേണം ജോർജ് കുട്ടി. വേണം, ഇതിനൊരു അവസാനം വേണം. Okay. What is he doing now? മുൻപൊരിക്കൽ നമ്മളിതിന് തയ്യാറായതല്ലേ. പക്ഷെ അന്ന് നിങ്ങളെ ജീവിക്കാനുള്ള കൊതി കൊണ്ട് शायद से ये खुद बोल सरेंडर कर देगा. देगा हमको लग रहा है. വിജയങ്ങളുടെ സന്തോഷങ്ങളിൽ സമാധാനം തരണമെന്നില്ല. नहीं यार, you should fight. You are good at it. കൂടി നമ്മുടെ കാരണം ഒരു കുടുംബം തകർന്നു. അവരുടെ ദുഃഖങ്ങൾക്കും വേദനകൾക്കും ഇതൊരു പരിഹാരമാവുമെങ്കിൽ അതാണ് നമുക്ക് ചെയ്യാവുന്ന പ്രായശ്ചിത്തം. ഈ പരീക്ഷണങ്ങളെ നേരിടാൻ നിങ്ങൾ ഇന്ന് പ്രാപ്തരാണ്. ഇത് കടന്നു പോകും. പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം ഇപ്പൊ തന്നെ വൈകിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇത് കടന്നു പോകട്ടെ. बेटी के लिए എല്ലാം അവസാനിക്കണം. അതിനുവേണ്ടിയാണ് ജോർജ് കുട്ടി ഇതിന് തയ്യാറാകുന്നത്. ചാർജ് എങ്ങനെ വേണമെന്നുള്ളത് ഇതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 5 വർഷത്തിൽ താഴെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പേ ചാർജ് ഷീറ്റിൽ തയ്യാറാക്കാൻ പാടുള്ളൂ. ഇതെല്ലാം പ്രഭാകർ മനസ്സിലാക്കിയിട്ടുണ്ടാകും, അംഗീകരിച്ചിട്ടുണ്ടാകും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ജോർജ് കുട്ടി സഹദേവനെയും നിങ്ങൾക്ക് വേണ്ട മറ്റു തെളിവുകളും ഹാൻഡ് ഓവർ ചെയ്യുള്ളൂ. പ്രഭാകരനെ സംഭവിച്ചിട്ടുണ്ട്. He's on his way now. ജോർജ് കുട്ടിക്ക് പ്രഭാകരനെ മീറ്റ് ചെയ്യണമെന്നുണ്ടോ?
ശരി സാർ. അപ്പൊ ഞങ്ങൾ ഇറങ്ങും. ഇത് നിന്റെ ദാനമാണെന്നൊരു ഭാവമുണ്ട് നിനക്ക്. അത് വേണ്ട. ഭാഗ്യം ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടുന്നവനാണ് നീ. നിങ്ങൾക്ക് എന്റെ മകളെ കൂടെ വേണമെന്നറിയാം. ഞാൻ ജീവനോടൊപ്പത്തോളം കാലം നിങ്ങളത് പ്രതീക്ഷിക്കില്ല. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ വിശ്വസിക്കുക. ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കണം. ഇനി എന്റെ മകളുടെ പിന്നാലെ വന്നാൽ കൊന്നുകളെ ഞാൻ. ഹലോ. രാമേശ്വരത്ത് ആ ചെല്ലിനെ ഇവിടെ എത്തി. ആ ജോർജ് ചേർന്നിട്ട് വന്നു. അവനെ നീ എന്ത് ചെയ്തു? तो घर में ही था तभी. സത്യമായിട്ടും എനിക്ക് അറിയില്ലായിരുന്നു ഇവരെ. സഹദേവനാണ് എല്ലാം നശിപ്പിച്ചത്. കൂടെ നിന്നതിന് ഒത്തിരി നന്ദിയുടെ വക്കീലെ. ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുക, ഇത് വേണം? അവനേക്കാൾ ഞാൻ ഭയക്കുന്നത് എന്നെ തന്നെയാണ്. What I'm capable of. മോളെ ഇതൊരു ചെറിയ അതിനെയാണ് അവർക്ക് വേണ്ടത്. Okay. ये होश में थी मैं जब गया. അവൾക്ക് അച്ഛനിൽ വിശ്വാസമുണ്ട്. ഏത് നിമിഷവും പോലീസ് എടുത്തു. അച്ഛനോട് ക്ഷമിക്കണം. അച്ഛനും से कभी मारा नहीं है. अभी क्यों मारा? अभी It's not luck. ये लास्ट वाला वॉक हमेशा खतरनाक रहता है. तभी सब स्टोरी खुलती है रे. बेचारी बच्ची मतलब बंदी क्या करे लेकिन अभी इसको बचाने के लिए करना पड़ेगा ना. करना पड़ेगा. ആക്രമിച്ചവരെ തിരിച്ചറിയാൻ സാധിച്ചോ? अरे शादी बन भी गया अभी. എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിച്ച് പറയാമോ? സർ, അഞ്ചു ജോർജിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു. മോള് ബോധം പോയതുപോലെ കിടന്നു. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കടന്നു. പറയുന്നേ അഞ്ചിന് ഉപദ്രവിച്ചിട്ടെന്ന് എനിക്കറിയില്ലേ. ഭാഗ്യത്തിന് ആ കുട്ടിയുടെ ഇഞ്ചുറീസ് ഒന്നും ഫെയിൽ ആയിരുന്നില്ല. ഹോസ്പിറ്റലിൽ എത്തിയോടെ ബോധം തെളിയുകയും ചെയ്തു. वो लक कभी लक. ഭാഗ്യവാനെന്ന് പറഞ്ഞ അയാളെ തള്ളിക്കളയേണ്ട മിസ്റ്റർ പ്രഭു. 2 വർഷത്തെ പ്രയത്നം കൊണ്ട് നിങ്ങൾ പ്രതിയാക്കാൻ ശ്രമിച്ച അയാളുടെ മകളെ ഒരു നിമിഷം കൊണ്ട് അയാളേക്ക് മാറ്റി. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, ആ മകളെ രക്ഷിക്കാൻ He can go. ഏതറ്റം വരുമ്പോൾ Yeah, whatever we do, he'll be one step ahead of us. that's true. We just chose to end the war. Now we just chose to end war. So let it छोड़ दिया अभी. The end. The end.
Damn. 13 വർഷങ്ങൾക്ക് ശേഷം വരുൺ പ്രഭാകർ കേസിൽ സുപ്രധാന വഴിത്തിരിവ്. വരുണിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ തവണ പോലീസ് ചോദ്യം ചെയ്യലുകൾക്ക് വിധേയനായ ജോർജ് കുട്ടി പോലീസിൽ കീഴടങ്ങിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അയാൾ കുറ്റം സമ്മതിച്ചതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ജോർജ് കുട്ടിയെ തെളിവെടുപ്പിനായി Are you happy now? ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. മാധ്യമപ്രവർത്തകരോട് ഒന്നും തന്നെ പ്രതികരിക്കാൻ Huh? Fourth. We want fourth Drishyam now. अरे रे 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 फोर्थ आएगी मेरे को लगता है. I don't- बट ही इज इन जेल ना. अगर he- फोर्थ बनाएगी तो कैसे? कैसा बनाएगा? और बट उसने बोला भी है अगर अब भी कुछ हुआ ना नाउ आई I will विल kill किल you. यू. I'm not getting that. भाई इतना सब कुछ हो गया नाउ शी वांट हर. अरे क्यों पर हो गया ना खत्म. बात खत्म करो. और मैन भाई अगेन वो एंड में वापस से वॉक टाइम घुमाया. ही चेंज द गेम बाबा. फर्स्ट That was crazy. पहले क्या बताया था कि That was वो his था, plan. हाँ his plan. बाद बाद में प्लान फेल हो गया. पर फेल हुआ नहीं, प्लान फेल कर दिया इसने. ओहो वो जैसी गाड़ी में गया थोड़ा आगे जाके उसको मूवी के रेफरेंसेस है. धाड़ 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 धाड़. ओहो दिस इज क्रेजी क्रेजी. I have been trapped यार. मैं वो भाई। बंदी की लाइफ बिगड़ गई यार. उससे शादी करके आया था और चलो कुछ अच्छा वो होगा शादी जिससे की इन हुई लोगों वही से से। निकला. वो भी वो उनसे तो मिला हुआ निकला. उनसे मिला हुआ. और जिसने शादी करवाई वो भी मिला हुआ. वो इमेजिन कर वो इसको एक को टारगेट करने के लिए कितने जान लगे हुए थे. कितने लगे थे भाई. There were so many just to take down one man, and he went down, but on his own terms. Oh, that was nice. बाबा मजा आ गया. I'm बट दृश्यम 4 बनेगा क्या? बनना तो चाहिए If you यार. see जो छोटी डॉटर वो इस तरह स्मार्ट है, हाँ. तो मे बी ऐसा कुछ हो दृश्यम 4 में. She uses her brain. She used her brain Let's or see. something. And till that he comes out फिर फिर तो और खतरनाक. बाबा this is so good यार. So good. मजा आ गया. और just- मजा. It was crazy. Crazy Cool. crazy. Excited for more guys. Meanwhile take care. Bye bye.